ഹായ്, നമ്മൾ സിംഹം രാജാവായ കഥ ഒരിക്കൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ സിംഹത്തിൻ്റെ ഭരണം കാട്ടുരാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് രാജ്യത്തിൻ്റെ സ്വഭാവങ്ങൾ മാറാൻ തുടങ്ങി. കാരണം സിംഹം ആകെ മാറി. വല്ലാത്ത ഒരു ഉപദ്രവകാരിയായി സിംഹം അഹങ്കാരം കൊണ്ട് മാറിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. കാണുന്ന മൃഗങ്ങളെയൊക്കെ വല്ലാതെ ഉപദ്രവിക്കും. വേട്ടയ്ക്കിറങ്ങിയാൽ അനേകം മൃഗങ്ങളെ കൊന്നൊടുക്കും. പക്ഷേ ഏതെങ്കിലും ഒന്നിനെ മാത്രമേ ഭക്ഷിക്കാറുള്ളൂ. അങ്ങനെ കാട്ടിൽ സമാധാനം പൂർണ്ണമായും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കാട്ടിൽ മൊത്തം ഉണ്ടായി. ഭയാനകമായ ഒരു സാഹചര്യം ഉണ്ടായി. രാജാവാണെങ്കിലും സിംഹത്തിൻ്റെ മുന്നിൽ പെട്ടുപോയാൽ തൻ്റെ ജീവിതം പോയി എന്നുള്ള രീതിയിലേക്ക് കാട് മൊത്തം മാറി. അങ്ങനെ ഇരിക്കെ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും കൂടി വീണ്ടും ഒരുമിച്ച് കൂടുകയാണ്. കാരണം രാജാവിനെ കൊണ്ട് നമുക്കൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കുകയാണ്. മൃഗങ്ങൾക്കൊന്നും എന്തില്ല, സമാധാനമില്ല. ജീവൻ എപ്പോൾ വേണമെങ്കിലും പോകാം എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണെന്ന് കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും തിരിച്ചറിഞ്ഞു. അങ്ങനെ ഈ വിവരം രാജാവിനോട് പറയണം. രാജാവിൻ്റെ സ്വഭാവം കുറച്ച് മയപ്പെടുത്തണം. ബാക്കിയുള്ള മൃഗങ്ങളോട് കുറച്ച് സ്നേഹത്തോടെയും കരുണയോടുകൂടിയും ഇടപഴകുന്നൊരു രീതിയിലേക്ക് മാറണം എന്ന് സിംഹത്തിനെ അറിയിക്കണമെന്ന് ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ആരാണ് പോവുക? കാരണം സിംഹം ഭയങ്കര മൃഗമാണ്, ഇപ്പോൾ വല്ലാത്തൊരു സാധനമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയാൻ വേണ്ടി പോയാൽ ഒരുപക്ഷെ നമ്മളെ കടിച്ചു കീറും. അപ്പോൾ ആര് പറയും എന്നുള്ള രീതിയിൽ ആകെ മൊത്തം ചർച്ച വന്നപ്പോൾ കുറുക്കൻ വീണ്ടും പറഞ്ഞു, നമുക്ക് നറുക്കിടാം. അപ്പോൾ ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ പറഞ്ഞു, അന്ന് സിംഹത്തിനെ രാജാവാക്കാൻ വേണ്ടി നീയാണ് ഏറ്റവും കൂടുതൽ കിടഞ്ഞ് പരിശ്രമിച്ച ഒരു മൃഗം. അതുകൊണ്ട് എന്താക്കിയാൽ മതി, നീ തന്നെ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് എല്ലാ മൃഗങ്ങളും കൂടി കുറുക്കൻ്റെ തലയിലേക്ക് ഈ ദൗത്യം അങ്ങ് വെച്ചു കൊടുത്തു. കുറുക്കനാണെങ്കിൽ ആകെ പെട്ടുപോയി. ഇതെങ്ങനെ സിംഹരാജാവിനോട് പോയിട്ട് പറയും? കാരണം ഇതെങ്ങാനും പോയിട്ട് പറഞ്ഞ് എന്നെ ആക്രമിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം കൂടി പോയി, ഞാൻ എന്ത് ചെയ്യും എന്ന് കുറുക്കൻ ഇങ്ങനെ വല്ലാതെ പ്രയാസപ്പെട്ട് ആലോചിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് കുറുക്കൻ വിചാരിച്ചു, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് ഇവരോട് വന്ന് പറഞ്ഞ് എൻ്റെ തടി തൽക്കാലം ഒഴിവാക്കാമല്ലോ എന്ന് കരുതി. പക്ഷെ അത് പറ്റില്ല. കാരണം ഇവരും കൂടി എന്നെ എന്തെങ്കിലും ചെയ്താലോ എന്ന് കുറുക്കൻ ആകെ മൊത്തം പേടിയായി പോകുന്ന സമയത്താണ് കുറുക്കൻ ഒരു കിണർ കണ്ടത്. കിണറിലേക്ക് ഇങ്ങനെ എത്തി നോക്കിയ സമയത്ത് അതിൻ്റെ അകത്ത് വേറൊരു കുറുക്കൻ. അങ്ങനെ കുറുക്കനൊരു സംശയം തോന്നി, ഇതാരപ്പ ഒരു പുതിയ കുറുക്കൻ? അങ്ങനെ നാവ് നീട്ടി വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ ആ വെള്ളത്തിലുള്ള കുറുക്കനും അതേപോലെ നാവിങ്ങനെ നീട്ടി. അപ്പോൾ കുറുക്കന് മനസ്സിലായി, ഇത് സംഭവം പ്രതിബിംബമാണ്, എന്നെ തന്നെയാണ് ഞാനതിൽ കാണുന്നത് എന്ന് ഈ കുറുക്കന് മനസ്സിലായി. കുറുക്കൻ ഐഡിയ തോന്നി. അങ്ങനെ സിംഹത്തിൻ്റെ അടുത്ത് പോയി. സിംഹത്തിൻ്റെ അടുത്ത് പോയപ്പോൾ സിംഹം ആകെ മൊത്തം ഗർജിച്ചു. അങ്ങനെ കുറുക്കൻ പറഞ്ഞു, രാജാവേ, നമ്മൾ അങ്ങേ കാണാൻ വേണ്ടി വരികയായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും കൂടി അങ്ങേ ഒരു സൽക്കാരത്തിന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി വരികയായിരുന്നു. വരുന്ന സമയത്ത് നമ്മൾ അങ്ങേക്ക് വേണ്ടി ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് മൃഗങ്ങളെയൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പക്ഷേ വഴിയിൽ വേറൊരു സിംഹം ഉണ്ടായിരുന്നു. അയാൾ എന്താക്കി, നമ്മുടെ കയ്യിൽ നിന്ന് അതൊക്കെ തട്ടിപ്പറിച്ച് വാങ്ങി നമ്മളൊക്കെ ഛിന്ന ഭിന്നമാക്കി പേടിപ്പിച്ച് എല്ലാവരും ഓടിപ്പോയി. അപ്പോൾ രാജാവ് സിംഹത്തിനാകെ, ആരടത്, ഞാനല്ലാതെ ഈ നാട്ടിലൊരു വേറൊരു സിംഹം? അപ്പോൾ കുറുക്കൻ പറഞ്ഞു, അങ്ങ് വാ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കിണറിൻ്റെ വക്കിൽ കൊണ്ടുപോയിട്ട് കുറുക്കൻ പറഞ്ഞതാ, കിണറിലേക്ക് നോക്കൂ, കിണറിലാണുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ സിംഹം കിണറിലേക്ക് എത്തി നോക്കുന്ന സമയത്ത് കിണറിൽ ഒരു സിംഹവും കൂടി. ഒന്ന് ഒച്ച വെച്ച് അലറി. അപ്പോഴും കിണറിലുള്ള സിംഹവും അതുപോലെ തന്നെ അലറി. ആരട നീ എന്ന് ചോദിച്ചുകൊണ്ട് സിംഹം കിണറിലേക്ക് ഒറ്റൊരു ചാട്ടം. വെള്ളം കുടിച്ച് പാവൻ ചത്തുപോയി. കുറുക്കൻ സന്തോഷത്തോടു കൂടി കൂടെ വന്ന് ബാക്കിയുള്ള ആളുകളെടുത്ത് പറഞ്ഞു, ഞാൻ സിംഹത്തിനെ എന്താക്കിയിട്ടുണ്ട്, കൊന്നു കളഞ്ഞിട്ടുണ്ട്, നമുക്ക് സമാധാനത്തോടു കൂടി ഇനി ജീവിക്കാമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത രാജാവിനി ആരാകും എന്നുള്ളൊരു ചർച്ച വീണ്ടും വന്നു. അപ്പോൾ നേരത്തെ നമ്മളൊരാളെ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു അത്? ആനയല്ലേ? അപ്പോൾ ആനയ്ക്കുള്ള അവസരം ഇങ്ങനെ ഒരുങ്ങി വന്നിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല. അതൊരു കഥയിൽ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.